പ്രിയപ്പെട്ട മക്കളെ വണക്കം. നമ്മുടെ +1 മാത്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. 9 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. 3 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും ആൻഡ് 6 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ 2 ചോദ്യങ്ങളായിട്ട് 3 മാർക്കിന്റെ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ 9 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ വലുതാണ്, ഒരുപാട് പ്രശ്നമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലുള്ള അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നല്ലതുപോലെ അത് കേട്ടിരിക്കണം, നല്ലതുപോലെ അത് ചെയ്യണം, പഠിക്കണം. എല്ലാം അറിയുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഈ ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് സാധാരണ എക്സാമിന് വരാറുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി? അപ്പോൾ 25 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് ഇതിലുള്ളതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കും, ഇവിടെ 25 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള എന്താ ഇവിടെ തന്നിട്ടുള്ളത്? റേഡിയൻ മെഷറാണ്. പൈയുടെ ടേമിലാണെങ്കിൽ അത് റേഡിയൻ മെഷർ ആയിരിക്കും എന്തായാലും. പൈയുടെ ടേമിൽ അല്ലാതെ റേഡിയൻ മെഷർ തരാറുണ്ട്. അപ്പോൾ 25 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ മെഷർ ഫൈൻഡ് ചെയ്യണം. ഇത് ഡിഗ്രി അല്ലേ? നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയനാണ്. അപ്പോൾ ഡിഗ്രിയിലുള്ള ഒരു മെഷർമെന്റ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി. അതായത് എന്താണോ ഡിഗ്രി മെഷർ നിങ്ങൾക്ക് തന്നത് അതിന് നിങ്ങൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ റേഡിയൻ മെഷർ കിട്ടും. കറസ്പോണ്ടിങ് ആയുള്ള റേഡിയൻ മെഷർ കിട്ടും. ഈസി അല്ലേ? അപ്പോൾ ഇവിടെ ഉള്ളത് നോക്കിക്കോ നിങ്ങൾ. ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോവുകയാണ്. നമുക്ക് 25 ഡിഗ്രീൻ്റെ റേഡിയൻ മെഷറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിഗ്രിക്ക് പകരം ഇവിടെ 25 കൊടുത്താൽ മതി. ഇതല്ലേ ഡിഗ്രി മെഷർ 25. അപ്പോൾ ഡിഗ്രിക്ക് പകരം 25 കൊടുത്തു. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് നോക്കി. 150 എന്തായാലും 25 പോകില്ല. ഇതിൽ 5 പോകും, ഇതിലും 5 പോകും. അപ്പോൾ 25-ൽ 5 എത്ര തവണ പോകും? 25-ൽ 5 തവണ പോകും. അപ്പോൾ ഇവിടെ ഞാനിത് ഇത് മാറ്റിയിട്ട് π/5 എന്ന് എഴുതി, അല്ലെങ്കിൽ 5 × 5 എന്ന് എഴുതി. തെറ്റില്ലേ? 180-ൽ എത്ര 5 പോകും? 180-ലാണെങ്കിൽ 30, പിന്നെ ഒരു 30 കൂടി ഉണ്ടല്ലേ. അപ്പോൾ 36 ടോട്ടൽ 36 പോകും. അതായത് 36 × 5 ആണ് 180. അതൊക്കെ കാൽക്കുലേറ്റർ വെച്ച് അടിച്ചു നോക്കിയാൽ മതി. 180/5 എത്ര എന്നുള്ളത് അറിയില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നോക്ക്, നിങ്ങൾക്ക് 25 ഡിഗ്രിക്ക് ഈക്വൽ ആയുള്ള റേഡിയൻ മെഷർ എന്ന് പറയുന്നത് 5π/36 ആണ്. ഈസി. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം ഇത് ഏത് ആംഗിൾ ആണെങ്കിലും ആകും. ഇങ്ങനെ സി എന്ന് മുകളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് റേഡിയൻ്റെ റെപ്രസെൻറ്റേഷൻ കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ഡിഗ്രി മെഷർ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. മോഡൽ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ 150 ഡിഗ്രീൻ്റെതായിരുന്നു കാണാൻ പറഞ്ഞത്. ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞത് ആ ആംഗിളിന് ഈക്വൽ ആയുള്ള റേഡിയൻ മെഷർ എത്രയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് ആംഗിൾ അങ്ങനെ ചോദിച്ചാലും ഡയറക്റ്റ് ആയിട്ട് തന്നാലും ആംഗിൾ ഡിഗ്രി മെഷറിലാണെങ്കിൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ. ഇനി തിരിച്ച് ഇങ്ങനെ റേഡിയനിൽ തന്നിട്ട് ഡിഗ്രിയിലേക്ക് ആക്കാൻ പറയുകയാണെങ്കിലോ ഈ ഇക്വേഷൻ നേരെ തല തിരിച്ചിട്ടാൽ മതി. അതായത് π/180 നിങ്ങൾ 180/π ആക്കിയാൽ മതി. സിമ്പിൾ. അതായത് ഈ ബൈ 180 ഇങ്ങോട്ട് വരിക, ഇൻറ്റു π ഇങ്ങോട്ട് വരിക. അപ്പോൾ 180/π ഇൻറ്റു റേഡിയൻ ഈക്വൽ ടു ഡിഗ്രി. ഇതാ നോക്കി ഇക്വേഷൻ നോക്ക്. നിങ്ങൾക്ക് ഡിഗ്രി മെഷറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ π/180 തല തിരിച്ചിട്ടോ. അപ്പോൾ 180/π ഇൻറ്റു റേഡിയൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഈ 2 ചോദ്യങ്ങൾ 1 മാർക്കിനെ ചോദിക്കും, പക്ഷേ ആ 1 മാർക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നോക്ക്, ഇവിടെ ഉള്ളത് എന്താ? 7π/6. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 7π/6 റേഡിയൻ. അപ്പോൾ റേഡിയൻ കിട്ടിയിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയുള്ള ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ 180/π ഇൻറ്റു നിങ്ങളുടെ റേഡിയൻ മെഷർ എന്താ? 7π/6. ആ 7π/6 ഞാനിവിടെ കൊടുത്തു. ഓക്കെ. ഇനി 2 ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടോ നോക്കുക. ഈ പൈയും എനിക്ക് മെല്ലെ അങ്ങ് ക്യാൻസൽ ചെയ്തൂടെ? ഇനി നിങ്ങളുടെ കയ്യിൽ ബാലൻസ് വരുന്നത് നോക്കണേ. ഈ ഒരു 180 ഉണ്ട്, ഇൻറ്റു 7 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 6 ഉണ്ട്. 180-ഉം 6-ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 180/6 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ എനിക്ക് 30 കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് നോക്ക്, 30 × 7. സോ 30 × 7 എന്ന് പറഞ്ഞാൽ 210. അതായത് നിങ്ങൾക്ക് ഡിഗ്രി മെഷറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ 210 ഡിഗ്രി. ഈസി ആണല്ലേ? അപ്പോൾ ഈ 2 ടൈപ്പും പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഈ ഒരു ടൈപ്പ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. നോക്കിക്കേ, ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം തരും. അതായത് sin x cos x tan x എന്തെങ്കിലും ഒന്ന് തരും. എന്നിട്ട് നിങ്ങളോട് പറയും എക്സ് ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos x tan x sec x, അല്ലെങ്കിൽ ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയും. ചിലപ്പോൾ sin² x + cos² x + tan² x എന്നൊക്കെ അതൊക്കെ എത്രയാണെന്ന് ചോദിക്കും. അതൊക്കെ നിങ്ങൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ sin x cos x tan x ഒക്കെ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കും. sin x = 3/5 ആണെങ്കിൽ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ,
ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം. കാരണം റൈറ്റ് ട്രയാങ്കിളിലാണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യൂസ് സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു ആംഗിൾ എന്തായാലും 90 ഡിഗ്രിയാണ് ഷുവർ. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഈ വേറൊരു ആംഗിളിന് ഞാൻ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ തന്നത് നോക്ക്, നിങ്ങൾ സൈൻ എക്സ് ഈക്വൽ ടു 3/5. അപ്പോൾ ഞാൻ സൈൻ എക്സ് ഈക്വൽ ടു 3/5 എന്ന് എടുത്തു. ഓക്കെ, നിങ്ങൾ ഈ സൈൻ എക്സിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എക്സ് ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. സൈൻ എക്സിനെ തല തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കൊസീക് എക്സ് കിട്ടും, കോസ് എക്സിനെ തല തിരിച്ചിട്ടാൽ സീക്ക് എക്സ് കിട്ടും, ടാൻ എക്സിനെ തല തിരിച്ചിട്ടാൽ കോട്ട് എക്സ് കിട്ടും. അതൊക്കെ അറിയാവുന്ന കാര്യം. സൈൻ എക്സ് 3/5 ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് 3 ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് 5 ആയിട്ടും എടുക്കാമെന്ന്. അപ്പോൾ നോക്ക്, ഏതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കേണ്ടത്? ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുത്തിട്ടില്ലേ? ഈ എക്സ് ആംഗിളിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇതാ. അപ്പോൾ ഇത് 3 ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസോ? ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് എതിരെ വരുന്നതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. 3ഉം 5 ആണെങ്കിൽ ഈ സൈഡ് എത്ര? ഈ സൈഡ് 4 ആണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പൈതഗോറസ് തിയറം. അതും അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ആലോചിച്ച് വെക്കുക. 3ഉം 4ഉം ആണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് വരുന്നതെങ്കിൽ മൂന്നാമത്തത് 5, ഹൈപ്പോട്ടന്യൂസ് 5. അതേപോലെ 1ഉം √3 ആണ് വരുന്നതെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 2 ആ. ഇതൊക്കെ ആലോചിച്ച് വെക്കണേ. 5ഉം 12ഉം ആണ് വരുന്നതെങ്കിൽ അടുത്തത് 13 ആയിരിക്കും. ബേസിക്കലി നിങ്ങൾക്ക് ഈ 3 എണ്ണേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ 3 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ 1ഉം √3 ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ √3 എന്നൊക്കെ ആയിരിക്കും കാണുക. √3 എന്ന് പറഞ്ഞാൽ √3/1 ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. 1/2 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്തായാലും √3 ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് കോസ് എക്സ് വേണം, ടാൻ എക്സ് വേണം, സീക്ക് എക്സ് വേണം. കോസ് എക്സ് നോക്ക്, കോസ് എക്സ് വേണം, ടാൻ എക്സ് വേണം, സീക്ക് എക്സ് വേണം. കോസ് എക്സ്, ടാൻ എക്സ് ആൻഡ് സീക്ക് എക്സ്. ഇത് 3 ഞാൻ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചേ. ബാക്കി ഏത് വേണമെങ്കിലും എഴുതാം. സൈൻ എക്സ് എന്താണോ അത് തല തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊസീക്ക് എക്സ് കിട്ടും. ഇതാ നോക്ക്, സിമ്പിളാ. ഇനിയിപ്പോൾ ചിലപ്പോൾ കൊസീക്ക് എക്സ് 5/3 എന്നാണ് തരുന്നതെങ്കിലോ അതെങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക? കൊസീക്ക് എക്സ് 5/3 ആണെങ്കിൽ അത് തല തിരിച്ചിട്ട് സൈൻ എക്സ് കിട്ടി. അപ്പോൾ 3/5. അപ്പോഴും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വെച്ച് ചെയ്താൽ മതി. നോക്ക്, ഇത് തല തിരിച്ചിട്ട്, അപ്പോൾ തല തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 5/3. അതാണ് കൊസീക്ക് എക്സ്. സിമ്പിൾ. ഇനി നോക്കിയാ കോസ് എക്സിലേക്ക് നോക്കുന്ന സമയത്ത് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആരുടെ അഡ്ജസെന്റ്? എക്സിന്റെ. അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ 4 ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 അപ്പോൾ അതാ 4/5. ആൻഡ് വേറൊരു കാര്യം ഉണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്യട്ടോ. ഇത് തല തിരിച്ചിട്ടാ സീക്ക് എക്സ് കിട്ടി. അപ്പോൾ എന്താ കിട്ടുക നിങ്ങൾക്ക്? 5/4. ടാൻ എക്സ് എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് സൈഡ്. എക്സിന്റെ ഓപ്പോസിറ്റ് 3, അഡ്ജസെന്റ് 4. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3/4. ആൻഡ് ഈ ടാൻ എക്സ് തല തിരിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് കോട്ട് എക്സ്. അപ്പോൾ കോട്ട് എക്സ് എത്രയായിരിക്കും? 4/3. ഒരിക്കലും ഇവിടെ നിങ്ങൾ എഴുതി നിർത്തരുത്. നിങ്ങളോട് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ് ലൈ ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ അവസ്ഥ എന്താ? ഇതല്ലേ സെക്കൻഡ് ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവും. നിങ്ങൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും. AS എന്നൊക്കെ അല്ലേ, ASTC എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എസ് എന്ന് പറഞ്ഞാൽ സൈന് ആൻഡ് അതിൻ്റെ റെസിപ്രോക്കലും കൺസിഡർ ചെയ്യണം കൊസീക്ക്. അപ്പോൾ അത് രണ്ടും മാത്രം പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ്. അതായത് ഇത് രണ്ടിൻ്റെ വാല്യൂ മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ളവരുടെ ഒക്കെ വാല്യൂ നെഗറ്റീവ്. ഇത്രയുള്ള പരിപാടി കിട്ടില്ലേ? അപ്പോൾ ഈ സംഭവം പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കുക കേട്ടോ. ഈസിയാണ്, നല്ല രസമുള്ള ചോദ്യമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇത് കുറച്ചുകൂടി നല്ലൊരു ലെവൽ കൂടിയ ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മൾ വലിയ ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്താ നോക്കിക്കോ, ഈ ഒരു ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് 2 sin square 3π/4 plus 2 cos square π/4 plus 2 sec square π/3 equal to 10. ഇനി ഈ ചോദ്യം തന്നെയാണോ എക്സാമിന് വരിക? അല്ല. ഇങ്ങനത്തെ ഉള്ള ഏത് മോഡൽ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 10 ഉള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും വാല്യൂ കണ്ടെത്തണം, അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഞാനിവിടെ ഓരോന്നിൻ്റെതായിട്ട് എഴുതാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോ sin 30 cos 30 sin 45 cos 45 sin 60 cos 60 എല്ലാം പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റാണ്. ആദ്യം സൈൻ സ്ക്വയർ 3π/4. ഓക്കെ, സൈൻ സ്ക്വയർ 3π/4 എന്ന് പറഞ്ഞാൽ സൈൻ 3/4 സ്ക്വയറാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സൈൻ 3/4, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ അതാ കോസ് സ്ക്വയർ π/4 ഉണ്ട്. അപ്പോൾ കോസ് π/4ൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തേക്കാം. കോസ് π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോസ് 45. കോസ് 45ൻ്റെ വാല്യൂ 1/√2. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് അത് ഡെസിമൽ ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് 1/√2 എന്നുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഈ ക്ലാക്സ് ടേബിളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിലുണ്ടാവും. ഓക്കെ, അതിൻ്റെ അടുത്തത് അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത വേണ്ടത് സീക്ക് സ്ക്വയർ π/3 ഉണ്ട്. വേണ്ട, നമുക്ക് സീക്ക് π/3 എത്രയാണെന്ന് എടുക്കാം. സീക്ക് π/3 കിട്ടണമെങ്കിൽ ഒരു കുസൃതി ഉണ്ട്.
നിങ്ങൾ cos pi by 3 എത്രയാണെന്ന് കാണുക, എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എടാ cos pi by 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos 60 cos 60. അപ്പോൾ cos 60യുടെ വാല്യൂ 1/2. അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് 1/1/2. ഈ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/1/2. ഇത് തല തിരിച്ചിട്ട് ഗുണിക്കുക എന്നല്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 2. സിമ്പിൾ. ഇത് തല തിരിച്ചിട്ട് 1/2 × 1 കിട്ടും 2. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടി. മൂന്നാമത്തത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഇവിടെ നമുക്ക് sin 3π/4 സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് വലിയ ആംഗിൾ വെച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്യുക. 3π/4 രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ പൈക്ക് പകരം 180 കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് π/2 ആണെങ്കിലും π/4 ആണെങ്കിലും π/6 ആണെങ്കിലും π/3 ആണെങ്കിലും പൈ ആണെങ്കിലും ഒക്കെ ഉള്ളത് അറിയാം. ഇങ്ങനൊരു വലിയ ആംഗിൾ വരുമ്പോൾ നിങ്ങൾ അതിനൊരു രൂപമാറ്റം വരുത്തണം. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെ മാറ്റുകയെന്നറിയോ? പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ആംഗിളിനെ പൈയുടെ മൾട്ടിപ്പിൾസ് പ്ലസ് ഓർ മൈനസ് സംതിങ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതണം. അതായത് 3π/4 നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലല്ലോ, ഡിനോമിനേറ്ററിൽ ഏതാ നമ്പർ നോക്കുക 4. ഇനി 7π/6 വരാം, 12π/5 വരാം. അങ്ങനത്തെ ഏത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 12π/5 അങ്ങനെ വരാറില്ല, 13π/6 വരാം. അങ്ങനത്തെ ഏത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിനോമിനേറ്ററിലെ നമ്പർ ഏതാണെന്ന് നോക്കുക 4. 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ 3 മുകളിലുള്ളത് 3 അല്ലേ, അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണെന്ന് നോക്കാം. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുമ്പോൾ 3ൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാ? 4 തന്നെയാണ്. അപ്പോൾ ഈ മുകളിലുള്ള ഈ 3π ആ 4ൻ്റെ ടേമിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 3π നിങ്ങൾ 4 എന്ന് പറയുമ്പോൾ 4πയുടെ ടേമിൽ എഴുതാൻ ശ്രമിക്കുക. 4π എന്ത് ചെയ്താലാണ് 3π കിട്ടുക? ഒരു പൈ മൈനസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ 4π - π 3πi / 4. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4π/4 - π/4 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തൂടെ? ഇതെങ്ങനെ ഞാൻ ഇങ്ങനെ മാറ്റി ചെയ്തത്? കാരണം ഈ 4 രണ്ടാൾക്കും ബാധകം. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈ മൈനസ് നിങ്ങൾക്ക് π/4 എന്ന് കിട്ടും. അതായത് മക്കളെ 3π/4 മാറ്റിയിട്ട് നിങ്ങൾക്ക് പൈ മൈനസ് π/4 എന്ന് എഴുതാം. ഇനി സിമ്പിളാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഈ 3π/4 പകരം നമ്മൾ പൈ മൈനസ് π/4 എന്ന് മാറ്റി എഴുതുന്നു. പൈ മൈനസ് π/4 എന്താണെന്നറിയോ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് പൈയുടെ മൾട്ടിപ്പിൾസ് വന്നിട്ടുണ്ടോ? ഉള്ളിൽ ഇങ്ങനെ പൈയുടെ മൾട്ടിപ്പിൾസ് പ്ലസ് ഓർ മൈനസ് ഏതെങ്കിലും ഒരു ആംഗിൾ വന്നിട്ടുണ്ടോ? പൈയുടെ മൾട്ടിപ്പിൾ ഇവിടെ പൈയുടെ 1 പൈ × 1 അല്ലേ, പൈയുടെ മൾട്ടിപ്പിളാണ്. പൈയുടെ മൾട്ടിപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അതായത് ഈ സൈന് തന്നെയാണ് എഴുതേണ്ടത്. കൂടെയുള്ള ഈ ആംഗിൾ ഏതാണോ അതും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താ? sin π/4. sin π/4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 cos π/4 1/√2 ആണ്, sin π/4 1/√2. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിപ്പോൾ ഒരു ആംഗിൾ അല്ലേ, റേഡിയൻ മെഷറിലാണെങ്കിലും ഒരു ആംഗിൾ ആണല്ലോ. ഈ ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണ് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലും മാത്രമേ സൈന് പോസിറ്റീവ് ആവും. ആദ്യ ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ്. അപ്പോൾ പൈ മൈനസ് π/4 ആണെങ്കിൽ ആംഗിൾ മൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരു ആംഗിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. വലിയ ആംഗിളൊക്കെ ആകുന്ന സമയത്ത് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറങ്ങി ഇവിടെ എത്തും. കാരണം പൈ എന്ന് പറഞ്ഞാൽ 180 ഇത് 180. മൈനസ് എന്ന് പറയുമ്പോൾ താഴോട്ടേക്കല്ല പോവുക. മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് ക്ലോക്കിലെ സൂചി പോകുന്ന ഡയറക്ഷനിലാണ് പോവുക. അപ്പോൾ മൈനസ് π/4. അപ്പോൾ അത് ചെറിയൊരു ആംഗിളാണ്. π/4 എന്ന് പറഞ്ഞാൽ 45 അപ്പോൾ ഈ 90ൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറും. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിലാണ് ഈ ആംഗിൾ എത്തിയത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇവിടെ ആരാ പോസിറ്റീവ് ആകുക? സൈനും അതിൻ്റെ റെസിപ്രോക്കലായുള്ള കൊസീക്കും. ഓക്കെ, അപ്പോൾ സൈന് പോസിറ്റീവാണ്. നിങ്ങൾ സൈൻ ഓഫ് ദിസ് ആംഗിൾ, ഈ ആംഗിൾ അതായത് ഈ ആംഗിളിൻ്റെ സൈനാണ് കാണുന്നത്. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ആംഗിളാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ഏതൊരു ആംഗിളിൻ്റെ സൈൻ എടുത്താലും പോസിറ്റീവാണ് കിട്ടുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് 1/√2. അപ്പോൾ പോസിറ്റീവ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കത് പ്രൂവ്ഡ് ആണോ എന്നുള്ളത് നോക്കാം. സോ നോക്ക്, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 sin square 3π/4 2 sin square 3π/4 പ്ലസ് 2 cos square π/4 2 cos square π/4 ആൻഡ് അടുത്തത് പ്ലസ് പിന്നെന്താ ഉള്ളത് നോക്ക് 2 sec square π/3 2 sec square π/3 വിച്ച് ഈസ് ഈക്വൽ ടു 10 അല്ലേ കിട്ടേണ്ടത്? സിമ്പിളാണ്. ഒറ്റ കാര്യം, സൈൻ 3π/4ൻ്റെ വാല്യൂ എത്രയാണ്? 1/√2. അപ്പോൾ സൈൻ സ്ക്വയർ 3π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1/√2 സൈൻ 3π/4 1/√2 അല്ലേ, ആ 1/√2ൻ്റെ സ്ക്വയർ. ഓക്കെ, പ്ലസ് കോസ് സ്ക്വയർ π/4. എടാ മക്കളെ, കോസ് സ്ക്വയർ π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1/√2 നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ അതാ ഈ 1/√2ൻ്റെ സ്ക്വയർ ഇൻറ്റു 1/√2 സ്ക്വയർ. ഓക്കെ, സെറ്റ്. പ്ലസ് 2 sec square π/3 sec square π/3ൻ്റെ വാല്യൂ കിട്ടിയത് എത്രയാണ്? സോറി, sec π/3ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ sec square π/3ൻ്റെ വാല്യൂ ആ 2ൻ്റെ സ്ക്വയർ. ഓക്കെ, അതും ശരി. ഇനി നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതിക്കുക. 2 × 1ൻ്റെ സ്ക്വയർ 1, √2ൻ്റെ സ്ക്വയർ എടുത്താൽ 2 അല്ലേ കിട്ടുക. സ്ക്വയറും റൂട്ടും ഒന്ന് ക്യാൻസൽ ചെയ്തു. പ്ലസ് ഇവിടെ 2 × 1/√2ൻ്റെ സ്ക്വയർ എടുത്തൊക്കെ അത് നിങ്ങൾക്ക് 2 ആണ് കിട്ടുക. ശരി. പ്ലസ് 2 × 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 2 × 4 നിങ്ങൾക്ക് അതെന്ത് കിട്ടും? 8 കിട്ടും.
ഈ 2 ക്യാൻസൽ ചെയ്തു ആൻഡ് ഇവിടെ ഉള്ള ഈ 2 ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, മുകളിലും താഴെയല്ലേ ഉള്ളത്. ഇനി നോക്ക് നിങ്ങൾ അവിടെ ബാലൻസ് ഉള്ളത് 1 + 1 + 8 എന്നാണ്, അതായത് 1 + 1 + 8 ആൻസർ ഈസ് 10. ഈ 10 തന്നെയാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് RHS. ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ആ ചോദ്യം വരുന്നത് അതിനനുസരിച്ച് ആദ്യം ഈ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ വലിയ ആംഗിൾ, അതായത് π/4, π/6, π/2, അതേപോലെ തന്നെ π/3, π/4, π/6 അതൊന്നും അല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഈ മോഡലിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ ടൈപ്പ് മറക്കരുത്, ചെയ്യണം, പഠിക്കണം. അടുത്തത് ഇങ്ങനെയാണെങ്കിലോ sin 300 ഇവിടെ പൈയുടെ ടേമിലല്ലല്ലോ, sin 300 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? അതിനൊരു എളുപ്പ വഴിയുണ്ട്. എടാ 300 ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ ആംഗിൾ, അതായത് 90-നേക്കാളും പുറത്തുള്ള വലിയ ആംഗിൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആ നമ്പറിനെ നിങ്ങൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 300-നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുക അല്ലേ, 3 9 27, അപ്പോൾ 270. റിമൈൻഡർ കിട്ടുക നിങ്ങൾക്ക് 30. ഓക്കെ, അതായത് 300 എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി ചെയ്താൽ നോക്കേ. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് 90യുടെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് ചെയ്തു. 180യുടെ വേണമെങ്കിലും എഴുതാം കേട്ടോ, അതായത് 360 - 60 എന്ന് വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല, രണ്ടും കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ മെത്തേഡ് പഠിച്ച ആൾക്കാരാണെങ്കിൽ അത് മതി. അപ്പം നോക്ക്, 300 നിങ്ങൾക്ക് ആൻസർ 3 എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 90 ഉണ്ട്. അപ്പോൾ 3 × 90 270 ആയിട്ടേ ഉള്ളൂ. പ്ലസ് റിമൈൻഡർ എത്ര കിട്ടിയത്? 30. അപ്പോൾ ഇങ്ങനെ മാറ്റി ചെയ്താ 300-നെ. ഓക്കെ, അപ്പോൾ ഞാനും ചെയ്യാൻ പോകുന്നത് അതാ. ഈ 300 എന്ന് പറയുന്നതിന് sin 300-നെ നോക്ക് നിങ്ങൾ, ഞാൻ മാറ്റി ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. നേരത്തെ പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയത്, പൈ എന്ന് പറഞ്ഞാൽ 180, ഇവിടെ 90യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയത്. അപ്പോൾ നമുക്ക് sin 3 × 90 + 30. ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളിങ്ങനെ 90യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, 90യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന സമയത്ത് ഓടാണോ ഈവൻ ആണോ നോക്കുക. ഓടാണെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ചസ്, ആ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. ഏത് ഫംഗ്ഷൻ? ഇവിടെയുള്ള ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. ഇനി ആ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ, സൈൻ ആണെങ്കിൽ അത് കോസ് ആകും, തിരിച്ച് കോസ് ആണെങ്കിൽ അത് സൈൻ ആകും. ടാൻ ആണെങ്കിൽ അത് കോട്ടാകും, തിരിച്ച് കോട്ടാണെങ്കിൽ അത് ടാൻ ആകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സീക്ക് ആണെങ്കിൽ അത് കൊസീക്കാവും, കൊസീക്ക് ആണെങ്കിൽ അത് എന്താവും? സീക്കാവും. അപ്പോൾ ഈ ഒരു ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈനാ, ഇവിടെ 90യുടെ കൂടെ ഉള്ളത് ഓടാ 3 അല്ലേ. വേറെ രീതിയിലും ചെയ്യട്ടോ, ഈ രീതിയിൽ മാത്രം ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, നോക്ക്. അപ്പോൾ ദാ നിങ്ങൾ സൈന് ഉള്ളിൽ ഓടാണ് വന്നത്, അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ സൈന് മാറിയിട്ട് എന്താകും? ചേഞ്ച് ചെയ്യുമെങ്കിൽ സൈന് മാറിയാൽ എന്താകുക? കോസ്. പിന്നെ ഇവിടെയുള്ള ഈ ആംഗിൾ ഏതാണോ അത് എഴുതിയാൽ മതി. അപ്പോൾ ഏതാ? 30. cos 30യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2. അപ്പോൾ ആൻസർ എത്രയാണ്? √3/2. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. എന്തുകൊണ്ടാണ് നിർത്തരുത് എന്ന് പറയാൻ കാരണം, നോക്ക് ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്ക്. 3 90 30 സൈൻ 3 90 30 3 90 30 എന്ന് പറഞ്ഞാൽ 300. ഒരു 90 ഇവിടുന്ന് ആംഗിൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 90 ഇപ്പോൾ ഇവിടെ എത്തി, 2 90 3 90 പ്ലസ് 30. പ്ലസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനില്ല, ഇങ്ങോട്ട് തന്നെ പോവുക. മൈനസ് എന്ന് പറഞ്ഞാലാണ് ക്ലോക്കിലെ സൂചി പോകുന്ന ആ ഡയറക്ഷനിൽ പോവുക. അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റാ? 4th ക്വാഡ്രന്റ്. ഇവിടെ ആരൊക്കെ പോസിറ്റീവ് ആകുക? കോസും അതിൻ്റെ റെസിപ്രോക്കലുമായിട്ടുള്ള സീക്കുമാണ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മൾ ഫൈൻഡ് ചെയ്തത് സാർ അപ്പോൾ കോസ് അല്ലേ, അപ്പോൾ പോസിറ്റീവ് അല്ലേ? അങ്ങനെയല്ല, 300-ൻ്റെതല്ലേ നമ്മൾ നോക്കുന്നത്. ആരുടെ 300? സോറി, അത് സൈൻ ഓഫ് 300 അല്ലേ നമുക്ക് നോക്കുന്നത്. സൈനിൻ്റെ 300 ഡിഗ്രിയുടെ സൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 300 ഡിഗ്രിയുടെ സൈന് നോക്കുന്ന സമയത്ത് 300 4th ക്വാഡ്രന്റില്ല, അപ്പോൾ അതിൻ്റെ സൈന് 4th ക്വാഡ്രന്റിലുള്ള ഒരു ആംഗിളിൻ്റെ സൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നെഗറ്റീവ്, അവിടെ കോസ് മാത്രമേ പോസിറ്റീവ് ആവും. അപ്പോൾ ഈ വാല്യൂ സൈൻ 300 4th ക്വാഡ്രന്റിൽ 300 4th ക്വാഡ്രന്റിലായതുകൊണ്ട് അതിൻ്റെ സൈൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുക. സോ നിങ്ങളുടെ ആൻസറിൽ ഇവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, സെറ്റാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് എങ്ങനെയായിരിക്കും വരും? ഇതൊക്കെ 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സൈൻ പൈ - x, പൈയുടെ മൾട്ടിപ്പിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല. ഇവിടെ പൈയുടെ മൾട്ടിപ്പിൾ, അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യില്ല. ഇവിടെ എന്താണുള്ളത്? അത് തന്നെ സൈൻ. ആൻഡ് ആ ആംഗിൾ ഏതാ? എക്സ്, അപ്പോൾ സൈൻ എക്സ്. ഇവിടെ എന്താണുള്ളത്? പൈയുടെ മൾട്ടിപ്പിൾ, അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യില്ല, അപ്പോൾ കോസ്. അപ്പോൾ എന്താ ഇവിടെ എഴുതേണ്ടത്? കോസ് എക്സ് തന്നെ. പക്ഷേ ഇവിടെ രണ്ടടുത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിട്ട്, ആ ക്വാഡ്രന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പൈ - x എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റ് നോക്കുന്ന സമയത്ത് പൈ ഇവിടെ എത്തി, -x മുകളിലോട്ടോ താഴോട്ടോ? മുകളിലോട്ടാ, ക്ലോക്ക് വൈസിലാ. ശരി, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റില്ല, ഇവിടെ സൈന് പോസിറ്റീവാ, സൈനും കൊസീക്കും പോസിറ്റീവാ. സൈന് π - x, സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ഒരു ആംഗിളിന്റെ സൈന്, അപ്പോൾ പോസിറ്റീവ്, സൈൻ എക്സ് തന്നെ. ഇവിടെ നമുക്ക് 2π + x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2π എന്ന് പറഞ്ഞാൽ 360 ആട്ടോ. 1π 2π പ്ലസ് x എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്, ഓൾ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ്. അപ്പോൾ cos x എന്ന ആൻസർ. കാര്യം പിടി കിട്ടിയോ? അപ്പോൾ ഈ ടൈപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതിൻ്റെ അടുത്തത് ഇതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ഇത് ആരുടെ ഡെഫിനിഷനാണ്? ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഡെഫിനിഷനാണ്. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഡെഫിനിഷൻ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇത് നിങ്ങളെല്ലാം പഠിച്ചിരിക്കണേ. സൈൻ എക്സ് മൈനസ് വൈ ഉണ്ട്. സൈൻ എക്സ് മൈനസ് വൈൻ്റെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പ്ലസിന് പകരം മൈനസ് ആക്കി കൊടുത്താൽ മതി. അതേപോലെ തന്നെ കോസ് എക്സ് പ്ലസ് വൈ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പ്രോബ്ലം ചെയ്യാനൊക്കെ ഇത് ആവശ്യം വരും. ഇത് ആവശ്യം വരുന്ന ഒരു പ്രോബ്ലം കൂടി ഞാൻ കാണിച്ചു തരാം. ടാൻ എക്സ് പ്ലസ് വൈ, ടാൻ എക്സ് മൈനസ് വൈ, ഒന്നല്ല 2-3 പ്രോബ്ലം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 75. നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ ആംഗിൾസ്, അതായത് 75 ഡിഗ്രിയോ അതേപോലെ തന്നെ 15 ഡിഗ്രിയോ, ഇത് രണ്ടിൻ്റെയും സൈനോ കോസോ ടാനോ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ട്, അതായത് നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ അറിയാവുന്ന ഏതെങ്കിലും രണ്ട് ആംഗിളിൻ്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതുക. 75നെ നമുക്ക് 45 പ്ലസ് 30 എന്ന് എഴുതിക്കൂടെ? 15നെ നമുക്ക് 45 മൈനസ് 30 എന്ന് എഴുതിക്കൂടെ? തെറ്റുണ്ടോ? ഇല്ല, ശരിയാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കോസ് 75 നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോക്കേ, കോസ് 75 ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മാറ്റേണ്ടതെന്ന് അറിയോ? 75 അല്ലേ, 75ൻ്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിൾസിൻ്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ 75നെ മാറ്റണം. അപ്പോൾ നമുക്ക് 45 പ്ലസ് 30 എന്ന് എഴുതാം. അപ്പോൾ കോസ് 45 പ്ലസ് 30. ഓക്കെ, നിങ്ങൾ അടുത്ത ചെയ്യേണ്ട കാര്യം, ഇതിൽ ഒന്ന് എക്സ് ആയിട്ട് എടുക്കുക, ഒന്ന് വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ നോക്ക്, എക്സ് 45 വൈ 30. അപ്പോൾ ഇത് കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോമില. കോസ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇനി അത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത് പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്ക്, കോസ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചിരിക്കണം. കാരണം ഈ സ്ഥലത്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരിക, രണ്ട് ആംഗിളിൻ്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ വരുന്ന സമയത്ത്. ഓക്കെ, കോസ് എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. ഇവിടെ പ്ലസ് ആണെങ്കിൽ കോസിൽ ഇതാ, കോസിൻ്റെ എഴുതുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആണ് മൈനസ്. സൈനിൻ്റെ അതിലാണ് പ്ലസിന് പ്ലസ് തന്നെ. അതാണ് ഡിഫറൻസ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. ഇനിയടാ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ, കോസ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാം പഠിക്കാൻ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, നിങ്ങൾ നോട്ട് എഴുതിയാലുണ്ടാവും. ഈ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പറ കോസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതേണ്ടത്? കോസ് എക്സ്, അതായത് കോസ് 45 ഇൻറ്റു കോസ് വൈ. അപ്പോൾ ഞാൻ എഴുതേണ്ടത് കോസ് 30. ഓക്കെ, പ്ലസ് ആണെങ്കിൽ മൈനസ്. പിന്നെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 45 ഇൻറ്റു സൈൻ വൈ, അപ്പോൾ സൈൻ 30. ഓക്കെ, അതും എഴുതി, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതാ നോക്ക്, കോസ് 45ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 ഇൻറ്റു കോസ് 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2. ഓക്കെ, സൈൻ 45ൻ്റെ വാല്യൂ 1/√2 മൈനസ് സൈൻ 45 1/√2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2. ശരി, ഇനി ഇത് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഡയറക്റ്റ് 1 ഇൻറ്റു √3 നിങ്ങൾക്ക് √3 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു √2 അത് നിങ്ങൾക്ക് 2√2 എന്നും കിട്ടും. മൈനസ് 1 ഇൻറ്റു 1 എന്നും 2 ഇൻറ്റു √2 2√2 എന്നും കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കടാ, ഡിനോമിനേറ്ററിലുള്ളത് സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിലുള്ളത് തമ്മിൽ എന്താണോ അതങ്ങ് ചെയ്താൽ പോരെ. ഇവിടെ √3യും -1 ഉള്ളത്, അപ്പോൾ √3 -1 ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് തന്നെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നോക്ക്, നിങ്ങളുടെ ആൻസറായി ഏതിൻ്റെ? കോസ് 75ൻ്റെ വാല്യൂ ആയി. ഇതേപോലെ സൈൻ 15, സൈൻ 75, കോസ് 15, ടാൻ 15 ഒക്കെ ചോദിക്കാറുണ്ട്. ഈ മോഡൽ അങ്ങ് ചെയ്താൽ മതി. പെർഫെക്റ്റ്. ഓക്കെ, അതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. പ്രൂവ് ദാറ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇൻക്ലൂഡ് ചെയ്തത്. നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സൈൻ എക്സ് മൈനസ് വൈയുടെയും സൈൻ എക്സ് പ്ലസ് വൈയുടെയും എക്സ്പാൻഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. സൈൻ എക്സ് മൈനസ് വൈ ആണ് ഞാൻ എങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ നോക്ക്, ഇത് ഓർമ്മയല്ലേ സൈൻ എക്സ് പ്ലസ് വൈൻ്റെ എക്സ്പാൻഷൻ. അതേപോലെ സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. നോക്കണേ, സൈൻ എക്സ് കോസ് വൈ, ഇത് പഠിച്ചിരിക്കണേ. സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്ക്, സൈൻ എക്സ് പ്ലസ് വൈ അല്ലേ, ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഈ മൈനസിന് പകരം പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വരും. കോസ് എക്സ് സൈൻ വൈ. റെഡി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ഇതിന് പകരം ഇങ്ങനെ എഴുതി, ഇതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താണോ അത് എഴുതി. പക്ഷേ നമുക്കിതാ ഇവിടെ ടാൻ എക്സ് കിട്ടണം. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു സൈൻ എക്സ് കോസ് വൈ മൈനസ് ഉണ്ട്, മൈനസ് കറക്റ്റാണ്. ഇവിടെ ആണെങ്കിൽ ടാൻ വൈ കിട്ടുകയും വേണം, ഇവിടെ ആണെങ്കിൽ ടാൻ എക്സ് കിട്ടുകയും വേണം. അതിന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രധാന കാര്യം, ഈ സൈൻ എക്സ് കോസ് വൈ എനിക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്, ഇതിനെനിക്ക് ടാൻ എക്സ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇനി ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് പറ, സൈൻ എക്സിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ടാൻ എക്സ് കിട്ടും? എടാ, ടാൻ എക്സ് കിട്ടണമെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ ടാൻ എക്സ് കിട്ടും. ശരി, അപ്പോൾ ഇവിടെ ഒരു കോസ് വൈ അധികമല്ലേ? ശരിയാണ്, ഒരു കോസ് വൈ അധികം. അപ്പോൾ കോസ് വൈ ഒഴിവാക്കിയാൽ പോരെ. കോസ് വൈ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ കോസ് വൈ കൊണ്ടുകൂടിയും ഡിവൈഡ് ചെയ്യണം.
അതായത് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് കിട്ടി. ഈ കോസ് വൈ ക്യാൻസൽ ചെയ്തു, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഇത്രയുള്ള സംഭവം, ഡിവൈഡ് ഓൾ ടേംസ്, എല്ലാ ടേംസിനെയും നിങ്ങൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഈ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോസ് എക്സ് കോസ് വൈ കൊണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കോസ് എക്സ് കോസ് വൈ കൊണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുണ്ടാകുക. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലാണ് അത് എഴുതുന്നത്. ഇവിടെ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ഇതല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ വലിയ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ ഞാൻ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ മൊത്തം കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേ സംഭവം ഡിനോമിനേറ്ററിലും ചെയ്താൽ ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാലൻസ് ഇടാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോസ് എക്സ് കോസ് വൈ. ഇവിടെ ഞാൻ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രശ്നക്കാരാ. അപ്പോൾ നോക്ക്, സിമ്പിൾ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കിക്കേ. ഇതിൻ്റെ ആൻസർ കിട്ടി, സിമ്പിളായിട്ട് ആൻസർ കിട്ടി. നോക്കിക്കോ, ഈ കോസ് വൈയും ഈ കോസ് വൈയും പോട്ടെ, ഈ കോസ് എക്സും ക്യാൻസൽ ചെയ്യട്ടെ, ഈ കോസ് വൈയും ക്യാൻസൽ ചെയ്യട്ടെ, ഈ കോസ് എക്സും ക്യാൻസൽ ചെയ്യട്ടെ. ഇനി നിങ്ങൾ ആൻസർ പറ. ഇനി നമുക്ക് ആൻസർ കിട്ടും. വാട്ട് ഈസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. ഓക്കെ, ഒരു മൈനസ് ഉണ്ട്, മൈനസ്. വാട്ട് ഈസ് സൈൻ വൈ ബൈ കോസ് വൈ? സൈൻ ബൈ കോസ് ടാനാ. അപ്പോൾ സൈൻ വൈ ബൈ കോസ് വൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ ടാൻ വൈ ആ വരിക അല്ലേ? ടാൻ വൈ ഓൾ ഡിവൈഡഡ് ബൈ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് നോക്കി, ഇവിടെയും സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, അത് നമുക്ക് ടാൻ എക്സ് എഴുതാം. പിന്നെ ഒരു പ്ലസ് ഉള്ളത്, പ്ലസ് ഇട്ട് കൊടുത്തു. സൈൻ വൈ ബൈ കോസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ വൈ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. എന്ത് രസമാണ് നോക്കും, ശരിയല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. അത്രേ ഉള്ളൂ, അടിപൊളിയാണ്. ആൻഡ് ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത്തവണ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ എന്നെ പൊങ്കാലിടാനൊന്നും വരരുത്, നിങ്ങൾ പഠിച്ചിരിക്കുക എന്തായാലും. ഒരുപാട് തവണ മുമ്പ് പണ്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് tan 3x tan 2x tan x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. നിങ്ങളിത് പ്രൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയും, ഇത്രയേ ഉള്ളൂ. ഇവിടെ ആദ്യത്തെ ഈ ലെറ്റർ നോക്ക്, ആദ്യത്തെ ഈ ഒരു ടേം tan 3x അല്ലേ? ആ tan 3x നമ്മളൊന്ന് tan 3x മാത്രം അതിനെ നമ്മൾ വേറെ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൂഫിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണോ ചെയ്യാന്ന് ചോദിച്ചാൽ വേറെ രീതിയിലും ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഈ tan 3x ഇല്ലേ, നോക്ക് നിങ്ങൾ, tan 3x എന്ന് പറഞ്ഞാൽ 3x എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3x അല്ലേ? 2xനോട് ഒരു x കൂട്ടിയാലാണ് 3x കിട്ടുക. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 2 ആംഗിളിൻ്റെ, അതായത് ടാൻ സൈന് കോസ് ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ അത് ആംഗിൾ ആയിരിക്കും. 2 ആംഗിളിൻ്റെ സമ്മായിട്ട് അതുള്ളത്, അതായത് tan x പ്ലസ് വൈ ഫോമിലുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. tan x പ്ലസ് വൈ ഫോമിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാറുള്ളത്? നോക്കടാ, tan x പ്ലസ് വൈ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാറുള്ളത്? ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാത്തിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ? സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ ഒക്കെ നമ്മൾ ചെയ്തു. tan x പ്ലസ് വൈ ആണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, tan x പ്ലസ് tan y ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x tan y. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പല ചോദ്യങ്ങളിലും ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കും, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത് tan x മൈനസ് വൈ ആണെങ്കിലോ ഒന്നുമില്ല, ഈ പ്ലസിന് പകരം മൈനസ് ആക്കുക, ഈ മൈനസിന് പകരം പ്ലസ് ആക്കുക. അതും കൂടി ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ, അതായത് ഒരു tan 15 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ tan 45 മൈനസ് 30 വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, റെഡി. അപ്പോൾ നോക്ക്, ഇതിപ്പോൾ tan x പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോമിലാണ്. ഇനി ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? സിമ്പിൾ. tan x പ്ലസ് വൈ ഫോമിലാണെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതാ നോക്കിക്കേ, വിച്ച് വെരി ഈസി. tan x പ്ലസ് tan y, ആദ്യമുള്ളത് പ്ലസ് രണ്ടാമതുള്ളത്, അതായത് tan x, എക്സിന് പകരം 2x പ്ലസ് tan y, വൈക്ക് പകരം ഇവിടെ x ആണ്, അപ്പോൾ tan x എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്ക് 1 മൈനസ് tan x tan y, tan 2x tan x എന്ന് വരും, അതായത് 1 മൈനസ് tan 2x tan x. ഓക്കെ, അതും എഴുതി. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എഴുതിയത് എന്താ? tan 3x അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് അറിയോ? ഈ ബൈ ഉള്ള ടേം ഇങ്ങോട്ട് വരും. ബൈ ഉള്ള ടേം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് വരിക, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ഉള്ളത് ഇങ്ങോട്ട് വന്നാൽ മൊത്തം ഇൻറ്റു ആയി. അപ്പോൾ 1 മൈനസ് tan 2x tan x എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, അവിടെ റൈറ്റ് സൈഡിൽ എന്താ ബാക്കിയുള്ളത് നോക്ക്, tan 2x പ്ലസ് tan x മാത്രമേ ബാക്കിയുണ്ടാവും, ശരിയല്ലേ? ഇവിടെ ന്യൂമറേറ്ററിൽ ബാക്കിയുള്ളത് അത് മാത്രമേ, കാരണം ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇൻറ്റു ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈസിയാണേ, ശ്രദ്ധിക്കുക. ഇതിനെ ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് tan 3x ഇൻറ്റു 1? ദാറ്റ് ഈസ് ഈക്വൽ ടു tan 3x. അത് tan 3x തന്നെയല്ലേ? tan 3x. പിന്നെ ശ്രദ്ധിച്ചോ, tan 3x ഇൻറ്റു ഈ ടേം, tan 3x ഇൻറ്റു അത് തന്നെ വരും. അപ്പോൾ നടുവിൽ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം, tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x, വിച്ച് ഈസ് ഈക്വൽ ടു.
ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത് നോക്ക് ബാക്കി tan 2x പ്ലസ് tan x. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ tan 2x പ്ലസ് എക്സ്, അതായത് tan 3x ഇങ്ങനെ മാറ്റിയിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ഉള്ള ഈ സംഭവം മൊത്തം ഞാൻ അങ്ങോട്ടും അവിടെ ഉള്ളതൊക്കെ ഇങ്ങോട്ടും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ആ ഫോമിലേക്ക് കിട്ടും. ഇവിടെ ഒരു tan 3x ഉണ്ട്, tan 3x. ഈ പ്ലസ് tan 2x ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ഉള്ളത് ലെഫ്റ്റിൽ വന്നാൽ അത് മൈനസ് ആയില്ലേ, മൈനസ് tan 2x. പ്ലസ് tan x ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ആയില്ലേ, അപ്പോൾ അത് മൈനസ് tan x വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് tan 3x tan 2x tan x. ഇതൊരൊറ്റ ടേമാണ്. ഈ ഒരൊറ്റ ടേം അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ അങ്ങോട്ട് പോയാൽ പ്ലസ് tan 3x പ്ലസ് ആണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ. tan 3x tan 2x tan 2x tan x എന്ന് കൊടുക്കാം. ഇത്രയുള്ള സംഭവം. ഇതല്ല നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നോക്ക്, tan 3x tan 2x tan x ഓക്കെ ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. പ്രൂവ്ഡ്. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം. രസമുണ്ട് അല്ലേ? അപ്പോൾ പഠിക്കട്ടോ, അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഫോർമുല എഴുതി തരാം. ഈ ഫോർമുല ഞാൻ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഫോർമുല എഴുതിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഫോർമുല ഞാൻ എഴുതി തരും. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വെച്ചൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് രണ്ട് ആംഗിൾസ് ഉണ്ട്, രണ്ട് ആംഗിൾസിൻ്റെ അതായത് രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾസിൻ്റെ സൈനുകളുടെ സമ്മ് ചോദിച്ചു. രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾസിൻ്റെ സൈനുകളുടെ ഡിഫറൻസ് ചോദിച്ചു, അതായത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ. രണ്ട് ആംഗിൾസ് എക്സും വൈയും അതിൻ്റെ കോസുകളുടെ സമ്മ് ചോദിച്ചു. അതേപോലെ രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾസ് ഉണ്ട്, അതിൻ്റെ കോസുകളുടെ ഡിഫറൻസ് ചോദിച്ചു. ഇങ്ങനെ വന്നു. സം ആൻഡ് പ്രൊഡക്റ്റ് ഫോർമുല എന്ന് നമ്മൾ ഇതിനെ പറയാം. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി. എല്ലായിടത്തും ആദ്യം ഒരു 2 വരും, 2 2 2. അവസാനമുള്ളതിന് മാത്രം ഒരു മൈനസ്. പിന്നെ നമ്മൾ നടുവിൽ നോക്കി, ഭയങ്കര സിമ്പിൾ. അത് എല്ലായിടത്തും നടുവിൽ ഒരു എക്സ് പ്ലസ് വൈ ബൈ 2 വരും. എന്താണ് എക്സ് പ്ലസ് വൈ ബൈ 2? അത് കഴിഞ്ഞിട്ട് ഒരു എക്സ് മൈനസ് വൈ ബൈ 2 വരും. നടുവിൽ ഒരാളെ ഫില്ല് ചെയ്യാനുണ്ടാവും, അത് ഞാൻ കോഡ് വെച്ച് പറഞ്ഞുതരാം. ഇവിടെയും ഇതാ എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ടാകും, ഒരു എക്സ് മൈനസ് വൈ ബൈ 2. ഇതെല്ലായിടത്തും ഇങ്ങനെ സെയിമാണ്, എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെയും അതേപോലെ തന്നെ ഒരു എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ടാകും, ഒരു എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ടാകും. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കൊന്നും വേണ്ട, നിങ്ങളത് സാധാരണ രീതിയിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും ഒരു എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ടാകും, ഒരു എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ടാകും. നോക്കും, ഇനിയാണ് നമ്മുടെ പരിപാടി. ഞാനൊരൊറ്റ കോഡ് പറഞ്ഞുതരാം. നോക്കി, സിമ്പിളാണ്. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, ഇത് നിങ്ങൾ എസ് സി എന്നോർത്ത് വെക്കുക, സി എസ് എന്നോർത്ത് വെക്കുക, സി സി എന്നോർത്ത് വെക്കുക, എസ് എസ് എന്നോർത്ത് വെക്കുക. ഇതിന് മാത്രം ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ആദ്യം ഒരു മൈനസ് ഇവിടെ അധികം ഉണ്ടല്ലോ. ഇനി നടുവിൽ ഫില്ല് ചെയ്യാനുള്ള ആൾക്കാർ മാത്രം. സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. അതാ നോക്ക്, എസ് സി അല്ലേ, അപ്പോൾ ദാ സൈൻ, ആൻഡ് സി അല്ലേ, അപ്പോൾ കോസ്. സി എസ് അല്ലേ, ആദ്യത്തതിന് കോസ് കൊടുത്തു, ഇവിടെ സൈന് കൊടുത്തു. സി സി അല്ലേ, അപ്പോൾ ദാ കോസ്, ആൻഡ് ഇവിടെയും കോസ്. മൈനസ് എസ് എസ്, അപ്പോൾ മൈനസ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. എസ് എസ്, അപ്പോൾ സൈൻ, ഇവിടെയും സൈൻ. എന്ത് സിമ്പിളാണ് നോക്ക്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ചാപ്റ്റർ. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഈ ടൈപ്പ് തന്നെ ആയിരിക്കണമെന്നില്ല, ഇതേ മോഡലുള്ള വേറെ ആയിരിക്കാം. ചിലപ്പോൾ മൂന്നെണ്ണം വരുന്നതായിരുന്നു മോഡലിന് വന്നത്. അപ്പോൾ ആദ്യം 2 എണ്ണം ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് മുകളിലും താഴെയും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുമായിരുന്നു. അപ്പോൾ അതേപോലെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യുക? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഇപ്പം തന്നെ പഠിച്ചു. എസ് സി 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സൈൻ എക്സ് മൈനസ് സൈൻ വൈ സി എസ് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് പ്ലസ് കോസ് വൈ സി സി 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സൈൻ എക്സ് മൈനസ് സൈൻ വൈ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 മൈനസ് എസ് എസ് അല്ലേ, കിട്ടി. ഇത്രയേ ഉള്ളൂ, പഠിച്ചു. എന്നിട്ട് എങ്ങനെ ചോദ്യം വരിക? ഇങ്ങനെ ചോദ്യം വരിക. അതായത് ഒരു ആംഗിൾ അതിൻ്റെ സൈൻ, വേറൊരു ആംഗിൾ അതിൻ്റെ സൈൻ, ഇത് രണ്ടിൻ്റെയും സമ്മ്. നോക്ക്, ഒരു ആംഗിൾ അതിൻ്റെ കോസ്, വേറൊരു ആംഗിൾ അതിൻ്റെ കോസ്, രണ്ടിൻ്റെയും സമ്മ്. ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നോക്ക്, നമുക്കത് പ്രൂവ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാം. ഇവിടെ നോക്ക്, സൈൻ എക്സ് പ്ലസ് സൈൻ 3x ആണുള്ളത്, ഡിനോമിനേറ്ററിലുള്ളത് കോസ് 5x പ്ലസ് കോസ് 3x ആണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുക? ന്യൂമറേറ്ററിൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുന്ന ഒരു ഫോമുല അല്ലേ, നോക്ക്, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ഇവിടെ ഒരു കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞ ഫോമുല. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആദ്യത്തതാ എസ് സി. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതേണ്ടത്? 2s സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. എക്സിന് പകരം 5x അല്ലേ നോക്ക്, പ്ലസ് വൈക്ക് പകരം 3x അല്ലേ നോക്ക്, അപ്പോൾ 5x പ്ലസ് 3x ബൈ 2. പിന്നെ എസ് സി 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 എന്ന് പറയുമ്പോൾ കോസ്. പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് എക്സ് മൈനസ് വൈ ബൈ 2. ശരിയല്ലേ നോക്ക്, എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ 5x മൈനസ് 3x ബൈ 2. 5x മൈനസ് 3x ബൈ 2. സിമ്പിൾ. ഓൾ ഡിവൈഡഡ് ബൈ, കാരണം ഒരു ഡിവൈഡഡ് ഉണ്ട്. കോസ് എക്സ് പ്ലസ് കോസ് വൈ മൂന്നാമത്തതാ എസ് സി സി എസ് സി സി. അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 അല്ലേ. അപ്പോൾ ദാ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2. എക്സിന് പകരം 5x, വൈക്ക് പകരം 3x ഇട്ടോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 5x പ്ലസ് 3x ബൈ 2. സി സി അല്ലേ, അപ്പോൾ ദാ ഇവിടെ സി. അപ്പോൾ ദാ കോസ് എക്സ് മൈനസ് വൈ ബൈ 2 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ. ഇനി അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഞാൻ എന്താ 2 സൈൻ
5x + 3x എന്ന് പറഞ്ഞാൽ 8x 8xന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 4x കിട്ടൂലേ ഇൻറ്റു 5x - 3x 2xന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2ന്റെ ഹാഫ് 1 അല്ലേ, അപ്പോൾ x എന്നേ കിട്ടും അല്ലേ. ഇവിടെ ആരാ വരിക, കോസ് എക്സ് എന്ന് ഉണ്ടാവുക. ശരി, ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടുക 2 കോസ്, ഇവിടെയും 8xന്റെ ഹാഫ് വരും, അതായത് 4x. ശരിയല്ലേ. 5x - 3x 2xന്റെ ഹാഫ് എക്സ്, അപ്പോൾ അവിടെയും കിട്ടുക കോസ് എക്സ്. ശരി, ഇനി എന്തെങ്കിലും മുകളിലും താഴെയും ക്യാൻസൽ ചെയ്യേണ്ട നോക്കി. ഇവിടെ തന്നെ ആക്ച്വലി ക്യാൻസൽ ചെയ്യട്ടോ. ഈ രണ്ടും പോട്ടെ, ഈ കോസ് എക്സും പോട്ടെ, കാരണം ഇവിടെ മൊത്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത്. ഇനി നിങ്ങൾ തന്നെ ആൻസർ പറ. വാട്ട് ഈസ് sin 4x by cos 4x? sin x by cos x tan x അല്ലേ, അപ്പോൾ sin 4x by cos 4x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan 4x. ഇതല്ലേ നിങ്ങളോട് അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് നോക്ക്. അതെ അല്ലേ, അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഈ ടൈപ്പിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ വേറെയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എന്തായാലും ചെയ്ത് പഠിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ.